നമസ്കാരം. ഈവനിംഗ് ന്യൂസ് പ്രധാന വാർത്തകൾ. ലേഖന വിവാദത്തിൽ MP ശശി തരൂരിനെ പിന്തുണച്ച് മന്ത്രി മുഹമ്മദ് റിയാസ്. കോൺഗ്രസ് തരൂരിനെ വിമർശിക്കുന്നത് കേരള വിരുദ്ധ കോൺഗ്രസായി മാറിയതുകൊണ്ട്. കേരളത്തെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ മലയാളികൾക്കെല്ലാം അഭിമാനം. പത്തനംതിട്ട ജിതിൻ കൊലപാതകത്തിൽ RSSനെതിരെ മന്ത്രി. കേരളത്തിൽ RSSന്റെ ആക്രമണം എപ്പോഴും CPMനു നേരെ. പാതിവില തട്ടിപ്പിൽ സ്വന്തം ഓഫീസിന്റെ പങ്ക് വ്യക്തമായ സാഹചര്യത്തിൽ മന്ത്രി K കൃഷ്ണൻകുട്ടി രാജിവെക്കണമെന്ന് BJP. ചിറ്റൂരിലെ മന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. പ്രതികളെ സംരക്ഷിക്കാനാണ് മന്ത്രിയും പോലീസും ശ്രമിക്കുന്നതെന്ന് BJP നേതാക്കൾ. കുന്നംകുളം പെരുമ്പിലാവിലെ ബാറിൽ സംഘർഷം. സെക്യൂരിറ്റി ജീവനക്കാരൻ യുവാവിന്റെ തലയൊട്ടി അടിച്ചു തകർത്തു. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. തൃശൂർ നഗരത്തിലെ ഇലക്ട്രിക്കൽസ് ഷോപ്പിൽ വൻ തീപിടുത്തം. പാലക്കാട് നഗരത്തിലെ ആംബുലൻസ് സ്റ്റാൻഡ് മാറ്റാനുള്ള നീക്കത്തിനെതിരെ CITU. നഗരസഭാ ഓഫീസിന് മുന്നിൽ ആംബുലൻസ് ഡ്രൈവേഴ്സ് യൂണിയൻ CITU ധർണ. ആംബുലൻസ് സ്റ്റാൻഡ് മാറ്റാനുള്ള നീക്കം മനുഷ്യത്വരഹിതമെന്ന് CITU സംസ്ഥാന കമ്മിറ്റി അംഗം TK അച്യുതൻ. വാർത്തകൾ വിശദമായി. ലേഖന വിവാദത്തിൽ ശശി തരൂരിനെ പിന്തുണച്ച് മന്ത്രി മുഹമ്മദ് റിയാസ്. കോൺഗ്രസ് കേരള വിരുദ്ധ കോൺഗ്രസായി മാറിയതാണ് തരൂരിന്റെ ലേഖനത്തെ എതിർക്കുന്നതിന് കാരണമെന്ന് PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. കേരളത്തെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ മലയാളികൾക്കെല്ലാം അഭിമാനമാണ് തോന്നുകയെന്നും മന്ത്രി പാലക്കാട്ട് പറഞ്ഞു. കേരളത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ മലയാളികൾക്കാകെ അഭിമാനമാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ചൂണ്ടിക്കാട്ടി. ഒരു MPക്ക് പോലും കേരളത്തെക്കുറിച്ച് നല്ലത് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ശശി തരൂരിന് നേരെ വല്ലാത്ത സൈബർ ആക്രമണമാണ് ഉണ്ടാകുന്നത്. കേരളത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞതിന് അദ്ദേഹം വിലക്ക് നേരിടുന്നു. കേരള വിരുദ്ധ കോൺഗ്രസായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറിയെന്ന് മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തി. കേരളത്തെക്കുറിച്ച് നല്ല ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിപ്പോൾ വ്യവസായ രംഗത്തെ കുതിപ്പായാലും മറ്റെന്ത് ആയാലും അതിൽ അഭിമാനിക്കുക മലയാളികളാകുകയാണ് അല്ലേ? അങ്ങനെയല്ലേ? നിങ്ങൾ ഞാനും ലോകത്തെവിടെയുള്ള മലയാളികൾ അഭിമാനിക്കും. എന്നാൽ കേരളത്തെക്കുറിച്ചുള്ളൊരു വസ്തുത പറഞ്ഞാൽ ഒരു MP പോലും പറയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കേരളത്തിൽ കാര്യങ്ങൾ വരിക എന്തൊരു സൈബർ അക്രമമാണ്. ഇന്നിപ്പോൾ ഒരു ദിനപത്രത്തിൻ്റെ എഡിറ്റോറിയൽ തന്നെ ഭീകരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. വീക്ഷണം ദിനപത്രത്തിൻ്റെ എവിടേക്ക് നമ്മളെ നാട് പോകുന്നത്? പത്തനംതിട്ട ജിതിൻ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. CPM പ്രവർത്തകരെ വർഗീയവാദികൾ കൊലപ്പെടുത്തുന്നു. RSSന്റെ ആക്രമണം എപ്പോഴും CPMനു നേരെയാണ്. കേരളത്തിലെ ചരിത്രത്തിൽ RSS രാഷ്ട്രീയ പകപോക്കൽ നടത്തിയതിന്റെ പട്ടികയിൽ കൂടുതലും CPM പ്രവർത്തകരാണെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു. കേരളത്തിന്റെ പുറത്ത് മതന്യൂനപക്ഷങ്ങളെയാണ് RSS ആക്രമിക്കുന്നത്. കേരളത്തിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരായ RSS ആക്രമണം ചെറുക്കുന്നത് CPM ആണ്. മതവർഗീയ പ്രസ്ഥാനങ്ങൾക്കെതിരെ ശക്തമായ പ്രചരണം CPM നടത്തുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണം നടത്തുന്നവർ കേരളത്തിൽ CPMന് നേരെയാണ് ആക്രമണം അഴിച്ചുവിടുന്നതെന്നും മുഹമ്മദ് റിയാസ് കൂട്ടിച്ചേർത്തു. പൊതുവെ നമ്മൾ കാണേണ്ടത് RSSന്റെ അക്രമം കേരളത്തിൽ എപ്പോഴും CPIMന് നേരെ. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ RSSകാർ രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായി വകവരുത്തിയവരുടെ പട്ടിക എടുത്ത് പരിശോധിച്ചാൽ CPIMന്റെ പോരാളികളായ നാടാകെ സ്നേഹിച്ച നിരവധി സഖാക്കളാണ് എല്ലാവരും ഒന്ന് കാണാൻ പറ്റും. കേരളത്തിൻ്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ മതന്യൂനപക്ഷ വിഭാഗങ്ങളെയാണ് RSS സംഘപരിവാറും കച്ചാപ്പിടിക്കാറുള്ളത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാതിവില തട്ടിപ്പിൽ സ്വന്തം ഓഫീസിന്റെ പങ്ക് വ്യക്തമായ സാഹചര്യത്തിൽ മന്ത്രി K കൃഷ്ണൻകുട്ടി രാജിവെക്കണമെന്ന് BJP. ആവശ്യമുന്നയിച്ച് ചിറ്റൂരിലെ മന്ത്രിയുടെ ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തി. ഓഫീസിന് സമീപം ബാരിക്കേഡ് വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു. തട്ടിപ്പിനിരയായ സ്ത്രീകൾ പണം കൈമാറിയത് മന്ത്രിയുടെ ഓഫീസിൽ വെച്ചാണെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത BJP ജില്ലാ ജനറൽ സെക്രട്ടറി AK ഓമനക്കുട്ടൻ ആരോപിച്ചു. തട്ടിപ്പിൽ പ്രതിയായ ദൾ വനിതാ പഞ്ചായത്ത് അംഗത്തിന് പണം കൈമാറാൻ മന്ത്രിയുടെ ഓഫീസ് സ്റ്റാഫുകളും കൂട്ടുനിന്നു. ഓഫീസ് സ്റ്റാഫുകളും പാവപ്പെട്ട സ്ത്രീകളിൽ നിന്ന് കമ്മീഷൻ കൈപ്പറ്റിയിട്ടുണ്ട്. ഇതിനൊക്കെ തെളിവുണ്ടായിട്ടും പ്രതികളെ സംരക്ഷിക്കാനാണ് മന്ത്രിയും പോലീസും ശ്രമിക്കുന്നത്.
കുറ്റക്കാർക്കെതിരെ നടപടിയില്ലെങ്കിൽ മന്ത്രിക്കെതിരെ ശക്തമായ സമരമുണ്ടാകുമെന്നും AK ഓമനക്കുട്ടൻ പറഞ്ഞു. കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ആയിരക്കണക്കിന് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. ആ തട്ടിപ്പിൽ കേരളത്തിൽ മറ്റൊരു ഇടത്തുമില്ലാത്ത രീതിയിൽ ഒരു മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ആ തട്ടിപ്പിന് നേതൃത്വം കൊടുത്തിരിക്കുന്നു. മന്ത്രി പറയുന്നത്, എന്തുകൊണ്ട് ഈ ഓഫീസിനെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു? ഞങ്ങളുടെ ഓഫീസിന് എന്താണ് ബന്ധം? ഞങ്ങൾക്കൊരു ബന്ധവുമില്ല. ചാനലുകളോട് പറയുന്നു, സാധാരണക്കാരോട് പറയുന്നു, പണം കൊടുത്ത ആളുകളോട് പറയുന്നു. ഞങ്ങൾക്കൊന്ന് ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് അനന്തോ കൃഷ്ണന്റെ ഈ പദ്ധതി പ്രീതി രാജന്റെ കയ്യിലെത്തിയത്? അത് കൃഷ്ണൻകുട്ടി ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. പ്രീതി രാജന്റെ കയ്യിൽ ആകാശത്തിലൂടെ വന്നതല്ലോ. അങ്ങനെ അനന്തോ കൃഷ്ണനും മന്ത്രിയുടെ PA പ്രേമനും തമ്മിലുള്ള ബന്ധം എന്താണ്? അതൊന്ന് മന്ത്രി പറയണം. ഇവിടെ ഒരു സീഡ് സൊസൈറ്റി രൂപീകരിക്കാൻ പ്രാഥമിക യോഗം കൂടിയത് മന്ത്രിയുടെ ഓഫീസിലല്ല എന്ന് പറയാൻ മന്ത്രിക്ക് ധൈര്യമുണ്ടോ? BJP കൊഴിഞ്ഞമ്പാറ മണ്ഡലം പ്രസിഡന്റ് AK മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. M ബാലകൃഷ്ണൻ, P ദണ്ഡപാണി, V രമേഷ്, K ഷാനു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുന്നംകുളം പെരുമ്പിലാവ് KR ബാറിൽ സംഘർഷം. യുവാവിന്റെ തലയോട്ടി അടിച്ചു തകർത്തു. ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് ഹോക്കി സ്റ്റിക്ക് പോലുള്ള വടി കൊണ്ട് യുവാവിനെ ക്രൂരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പെരുമ്പിലാവ് കരിക്കാട് ചോല സ്വദേശി ഷക്കീറിനാണ് മർദ്ദനമേറ്റത്. ഞായറാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. ബാറിനുള്ളിൽ വെച്ച് പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ യുവാവിനെ ആക്രമിച്ച് ബാറിൽ നിന്ന് റോഡിലേക്ക് ആക്കുകയും പിന്നീട് റോഡിൽ വെച്ചും ക്രൂരമായി ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നിട്ടുള്ളത്. മർദ്ദനത്തിൽ തലയോട്ടി പൊട്ടുകയും തലച്ചോറിൽ നിന്ന് രക്തപ്രവാഹം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. പരിക്കേറ്റ യുവാവിനെ ആദ്യം പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചെറുതുരുത്തി താഴപ്രയിൽ ചക്ക പറിക്കാൻ കയറിയ യുവാവിന് ഷോക്കേറ്റു. ചെറുതുരുത്തി താഴപ്ര കുന്നത്തെ വീട്ടിൽ 27 വയസ്സുള്ള ഷുഹൈബിനാണ് കൈക്ക് പൊള്ളലേറ്റത്. പൊള്ളലേറ്റതിനെ തുടർന്ന് യുവാവ് മരത്തിൽ നിന്നും താഴേക്ക് വീഴുകയും പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട്. ചക്ക പറിക്കുന്നതിനിടെ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പ് തോട്ടി പരിസരത്തെ വൈദ്യുതി ലൈനിൽ തട്ടുകയായിരുന്നു. തോട്ടി കമ്പിയിൽ തന്നെ കുടുങ്ങിക്കിടന്നു. ഉടൻ ചെറുതുരുത്തി വൈദ്യുതി വകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തി ലൈൻ ഓഫ് ചെയ്തു. ലൈനിൽ കുടുങ്ങിക്കിടന്നിരുന്ന ഇരുമ്പ് തോട്ടി എടുത്തുമാറ്റി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൃശൂർ നഗരത്തിൽ ഇലക്ട്രിക് ഷോപ്പിന് തീപിടിച്ചു. KSRTC സ്റ്റാൻഡിനു സമീപത്തെ JS ഇലക്ട്രിക്കൽസ് ആൻഡ് സാനിറ്ററീസ് എന്ന കടയ്ക്കാണ് തീപിടിച്ചത്. രാവിലെ 9 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. സ്ഥാപനത്തിന്റെ പിറകുവശത്ത് നിന്നാണ് തീ ആളിപ്പടർന്നത്. തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടവർ തൃശൂർ ഫയർ സ്റ്റേഷനിൽ വിവരമറിയിക്കുകയായിരുന്നു. തൃശൂരിൽ നിന്ന് 4ലേറെ യൂണിറ്റുകളെത്തി 3 മണിക്കൂറോളം പണിപ്പെട്ടാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് പ്രാഥമിക നിഗമനം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് നഗരത്തിലെ ആംബുലൻസ് സ്റ്റാൻഡ് മാറ്റാനുള്ള നീക്കത്തിനെതിരെ CITU. നടപടി മനുഷ്യത്വരഹിതമാണെന്ന് നഗരസഭയ്ക്ക് മുന്നിൽ CITU നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം TK അച്യുതൻ പറഞ്ഞു. ട്രാഫിക് അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ നഗരസഭാ ചെയർപേഴ്സന്റെ നടപടി രോഗികളോടും കൂട്ടിരിപ്പുകാരോടും കാണിക്കുന്ന ക്രൂരതയാണെന്നും TK അച്യുതൻ കുറ്റപ്പെടുത്തി. ജില്ലാ ആശുപത്രിക്ക് സമീപം 5 വിളക്ക് മൈതാനത്ത് ആംബുലൻസ് നിർത്തിയിടുന്നത് ഒരു വിധത്തിലും ആർക്കും തടസ്സമാകുന്നില്ല. ആശുപത്രിക്ക് സമീപം ആംബുലൻസ് സേവനം ലഭ്യവുമാണ്. സ്റ്റാൻഡ് മാറ്റുന്നതോടെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഏറെ പ്രയാസമുണ്ടാകുമെന്ന് TK അച്യുതൻ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 10-40 വർഷക്കാലമായി ഈ കോട്ടമൈതാനത്തിന്റെ മുൻവശത്ത് വണ്ടി ഇട്ട് ജില്ലയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഈ പാലക്കാട് ഹെഡ്ക്വാർട്ടറിൽ രോഗികൾക്കും രോഗിയുടെ ബന്ധുക്കൾക്കും ആശുപത്രി അധികൃതർക്കും പെട്ടെന്ന് ആംബുലൻസിൻ്റെ സഹായം ലഭിക്കാൻ സഹായകരമായ രൂപത്തിലുള്ള ഒരു കേന്ദ്രമാണ് പാലക്കാട് കോട്ടമൈതാനത്തിൻ്റെ ഗേറ്റിൻ്റെ മുൻവശമുള്ള കേന്ദ്രം.
മുഴുവൻ ആംബുലൻസുകളും അവിടെ നിൽക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. അവിടെ നിർത്താൻ സൗകര്യപ്പെടുന്ന ആംബുലൻസുകളെ അവിടെ നിർത്തി. ആംബുലൻസ് ഡ്രൈവേഴ്സ് യൂണിയൻ CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി പുഷ്പരാജ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി S. ശിവദാസ് സ്വാഗതം പറഞ്ഞു. ഷിഹാബ്, രതീഷ്, അബൂബക്കർ, കരുണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂർ നഗരിപ്പുറത്ത് പുതുതായി നിർമ്മിക്കുന്ന ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപന കർമ്മം മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത നിർവഹിച്ചു. ഹെൽത്തി ഗ്രാൻഡ് 55 ലക്ഷം രൂപ ചെലവിൽ 2050 സ്ക്വയർ ഫീറ്റിൽ 2 നിലയുള്ള കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. കേന്ദ്രങ്ങളെല്ലാം തന്നെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളായി മാറുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ നിരവധിയായ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. ഉപകേന്ദ്രങ്ങളാണെങ്കിലും ഇപ്പോൾ വൈസ് പ്രസിഡന്റിലൂടെ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് ആശുപത്രിയിലാണെങ്കിലും അംഗൻവാടിക്കാരുടേതാണെങ്കിലും എല്ലാ സേവനങ്ങളും കുത്തിവയ്പ്പ്, ഗർഭിണികൾ, മറ്റെല്ലാ കാര്യങ്ങളും നമുക്ക് ഈ സബ് സെൻ്ററിൽ വെച്ചിട്ടാണ് നല്ല രീതിയിൽ നടത്തുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ബിൽഡിങ്ങിന് ഇങ്ങനെ ചെറിയ കേടുപാടുകൾ ഉണ്ട് എന്നുള്ളത് നമുക്കത് പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ട് ആണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഹെൽത്ത് ഗ്രാൻഡിനായിട്ട് അനുമതി ചോദിക്കുകയും നമുക്ക് 55,50,000 രൂപ ഹെൽത്ത് ഗ്രാൻഡിൽ നിന്നും അനുവദിച്ച് കിട്ടുകയും. ശിലാസ്ഥാപന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് അംഗം PS അബ്ദുൽ മുത്തലവി, പഞ്ചായത്ത് അംഗങ്ങളായ B. സരിത, സുജിത് കുമാർ, VM അൻവർ സാദിഖ്, PC സുമ, AA ഷിഹാബ്, മെഡിക്കൽ ഓഫീസർ PK ഷബീബ്, VK സത്യകുമാർ, മോഹൻദാസ്, ആരോഗ്യവകുപ്പ് ജീവനക്കാരായ ബിന്ദു, രമണി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മായം ചേർക്കലിനെതിരായ സന്ദേശവുമായി നാടൻ ഭക്ഷ്യമേള. ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്ന ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിനെതിരായ വിളംബരം കൂടിയായിരുന്നു അമ്പലപ്പാറ ചെറുമുണ്ടശ്ശേരി AUP സ്കൂളിൽ ഒരുക്കിയ നാടൻ ഭക്ഷ്യമേള. നാട്ടുരുചികളുമായി കൂട്ടുകൂടൂ, ആരോഗ്യം സംരക്ഷിക്കൂ എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചായിരുന്നു രുചിക്കൂട്ട് എന്ന പേരിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചത്. വിദ്യാലയത്തിലെ ഗലീലിയോ ശാസ്ത്ര ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ പരിപാടിയിൽ ഉണ്ണിമധുരം, കിണ്ണത്തപ്പം, ഉണ്ണിയപ്പം, പൂവട, ഇലയട, കൊഴുക്കട്ട, പത്തിരി, പഴംപൊരി, കലത്തപ്പം, അരീരപ്പം, അച്ചപ്പം, നൂൽപുട്ട്, റവ ഇഡ്ഡലി, അരിയുണ്ട, പരിപ്പുവട, ക്യാരറ്റ് ഹൽവ തുടങ്ങി 100-ലധികം വ്യത്യസ്തങ്ങളായ നാടൻ വിഭവങ്ങളാണ് ഒരുക്കിയത്. കുട്ടികൾക്ക് രുചിച്ചു നോക്കാനുള്ള അവസരവും നൽകിയിരുന്നു. പ്രധാനാധ്യാപിക K. മഞ്ജു ഭക്ഷ്യമേള ഉദ്ഘാടനം ചെയ്തു. ദിനം എത്രയോ കുട്ടികൾ ഇതിൻ്റെ ഇരയായി മാറേണ്ടി വന്നിട്ടുണ്ട്. നമുക്കറിയാം, ശരിയായ ആരോഗ്യത്തിന് ശരിയായ നല്ല പോഷകാഹാരങ്ങൾ നിറഞ്ഞ ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത്. അതാണ് ഹെൽത്തി ഫുഡ്. അതാണ് നമ്മുടെ ഭാവിയിലുള്ള മുന്നോട്ടുള്ള ജീവിതത്തിന്, ആരോഗ്യകരമായിട്ടുള്ള ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മക്കളെ ഇന്ന് രുചിക്കൂട്ട് എന്ന പേരിലൊരു ഭക്ഷ്യ മേള UP വിഭാഗത്തിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ ഇന്നത്തെ ദിവസത്തിൽ മാത്രമല്ല, എല്ലാ ദിവസവും നമ്മുടെ വീട്ടിലുള്ളവരെയും അതുപോലെ നമുക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ അറിയിക്കേണ്ടതുണ്ട്. നമ്മൾ കൃത്യമായിട്ട് പോഷകാഹാരങ്ങൾ നിറഞ്ഞ നാടൻ പലഹാരങ്ങളും വിഭവങ്ങളുമാണ് നമ്മൾ ഭക്ഷിക്കേണ്ടത്. ശാസ്ത്ര ക്ലബ്ബ് കൺവീനർ N. അച്യുതാനന്ദൻ മാസ്റ്റർ, അധ്യാപകരായ T. പ്രകാശ്, K. പ്രീത, BP ഗീത, N. ജിജി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരളശ്ശേരി തടുക്കശ്ശേരി NSS കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. പാലക്കാട് താലൂക്ക് NSS യൂണിയൻ സെക്രട്ടറി N. കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. അത് കരയോഗമായി കൂട്ടിക്കുഴയ്ക്കേണ്ട. അങ്ങനെ കരയോഗമായി നിങ്ങൾ കൂട്ടിക്കുഴച്ചാൽ ഉറപ്പിച്ചോളൂ, തടുക്കശ്ശേരി കരയോഗം ഇല്ലാതാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. ക്ഷേത്രം നായരുടെ മാത്രമല്ല, ആണോ? സർവ്വ ഹൈന്ദവന്റെയും ഉടമസ്ഥതയുള്ള ഒന്നാണ് ക്ഷേത്രം. നായർക്ക് മാത്രം അവകാശപ്പെടാൻ ഈ ലോകത്ത് എന്താണുള്ളത്? ഈ കരയോഗ മന്ദിരം, നായർ താലൂക്ക് യൂണിയൻ, നായർ സർവീസ് സൊസൈറ്റി. വൈസ് പ്രസിഡന്റ് P. രാമചന്ദ്രൻ അധ്യക്ഷനായി. ശ്രുതി M. റിപ്പോർട്ട് അവതരിപ്പിച്ചു. K. ശിവാനന്ദൻ, P. സന്തോഷ് കുമാർ, KS. അശോക് കുമാർ എന്നിവർ സംസാരിച്ചു. കരയോഗം സെക്രട്ടറി M. കൃഷ്ണദാസ് സ്വാഗതവും K. സുധാകരൻ നായർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭിന്നശേഷി കലാമേള വാളനം കൃഷിയിൽ നടന്നു. മുഹമ്മദ് മുഹസിൻ MLA കലാമേള ഉദ്ഘാടനം ചെയ്തു. ഫിനിക്സ് 2025 എന്ന പേരിൽ വാടാനംകുറിശി MTS കൺവെൻഷൻ സെന്ററിലാണ് കലാമേള സംഘടിപ്പിച്ചത്. മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന് സന്ദേശം നൽകാനും കഴിയുന്ന
ഒരു പരിപാടി കൂടിയാണ്. ഭിന്നശേഷി മേഖലയിൽ കൂടുതൽ നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നും പ്രവർത്തിക്കുന്ന സമയത്ത് നല്ല റിസൾട്ട് ഇതിൻ്റെ ഭാഗമായി ലഭ്യമാക്കുന്നുണ്ട് എന്നും ഭിന്നശേഷി കലാമേളയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. കുട്ടികൾക്ക് പരിമിതികളല്ല, പരിമിതികൾക്ക് പുറത്ത് കഴിവുകളുണ്ടെന്നും ആ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു വേദിയുമായിട്ടാണ് കലാമേള നമ്മൾ കാണുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് TP രജീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, മെമ്പർമാർ, ICDS ഉദ്യോഗസ്ഥർ, ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ ജീവനക്കാർ, സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. കലാമേളയിൽ പങ്കെടുത്തവർക്ക് KSMAയുടെ വക ഭക്ഷണവും നൽകി. മികച്ച സേവന പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. കലാപരിപാടികൾ ആസ്വാദകരുടെ മനം കവർന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മണ്ണൂർ കിഴക്കുംപുറം കോഴിച്ചുണ്ട മർക്കസ് 3ാം വാർഷികാഘോഷവും അസ്മാൽ ഹുസ്ന 1ാം വാർഷിക മഹാസമ്മേളനവും 22-23 തീയതികളിൽ നടക്കും. മൊയ്തീൻകുട്ടി സാഹിബ് നഗറിൽ 22-ന് വൈകിട്ട് പതാക ഉയർത്തലോടെയാണ് ആഘോഷത്തിന് തുടക്കമാകുകയെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 22-ന് വൈകുന്നേരം 5 മണിക്ക് പതാക ഉയർത്തലും വൃദ്ധസദനത്തിന്റെ ശിലാസ്ഥാപനവും സയ്യിദ് മഹറൂഫ് ജിഫ്രി തങ്ങൾ കല്ലടിക്കോട് നിർവഹിക്കും. വൈകിട്ട് 7-ന് ബുർദ മജ്ലിസ് നടക്കും. സഹൽ അസ്ഹരി അൽ ഹസ്നി, സുറൈജ് മഹലരി അൽ ഹുസ്നി എന്നിവർ നേതൃത്വം നൽകും. 23-ന് രാവിലെ 9 മണി മുതൽ 12:30 വരെ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തും. ആലുവ അഡീഷണൽ SP M കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. 1 മാസത്തേക്കുള്ള സൗജന്യ മരുന്നും നൽകും. പകൽ 2:30-ന് വിദ്യാർത്ഥി സംഗമം മണ്ണൂർ മർക്കസ് വൈസ് പ്രസിഡന്റ് അബ്ബാസ് സഖാഫി മണ്ണാർക്കാട് ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 4:30-ന് സമ്മേളന പ്രചരണ റാലി സംഘടിപ്പിക്കും. 6:30-ക്ക് നടക്കുന്ന സമാപന സമ്മേളനം സൈദലവി ബാഖവി വളപുരം ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. 23/2/2025 ഞായർ 9 PM മർക്കസ് കോംപ്ലക്സിൽ വെച്ച് നടക്കും. വിദഗ്ധരായ ഡോക്ടർമാരും പരിശോധനയ്ക്ക് ഉണ്ടായിരിക്കുന്നതാണ്. പരിശോധനയും മരുന്നും രോഗികൾക്ക് ഫ്രീ ആയി നൽകുന്നതാണ്. ഡോക്ടർ ആഷിഖ് ഹംസ, ഡോക്ടർ മുബീന, ഡോക്ടർ മീര അഫ്സന, TV അബ്ദുള്ള, സക്കീർ കുരിക്കൾ എന്നീ വിദഗ്ധരായ വർമ്മരംഗത്തും ഡോക്ടർ രംഗത്തും കഴിവ് തെളിയിച്ച വിദഗ്ധരായ ഡോക്ടർമാരും കുരിക്കളും ഉണ്ടായിരിക്കുന്നതാണ്. ശേഷം വിദ്യാർത്ഥികൾക്കുള്ള മുതലീം സമ്മേളനം 2:30-ന് തുടങ്ങും. വിദഗ്ധരായ പണ്ഡിതന്മാരും ഉമറാക്കളും പങ്കെടുക്കുന്നതോടുകൂടെ ക്ലാസ് അവതരണം ഹുസൈൻ അൻവരി ഖത്തീബ് കല്ലൂരി. മർക്കസ് ചെയർമാൻ AM മുഹമ്മദ് അലി മുസ്ലിയാർ പാറയ്ക്കൽ, ജനറൽ സെക്രട്ടറി K കുഞ്ഞിമൊയ്തു സാഹിബ്, M സിറാജുദ്ദീൻ സഖാഫി, PA ഹംസ ഹാജി, OP സഹൽ അസ്ഹരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. നെടുങ്ങനാട് മുത്തശ്ശിയാർക്കാവിൽ നവീകരണ കലശം നടക്കും. ഫെബ്രുവരി 23 മുതൽ മാർച്ച് 2 വരെയാണ് കലശം. വെള്ളുവനാട്ടിലെ പ്രമുഖ ദേവീക്ഷേത്രമായ മുത്തശ്ശിയാർക്കാവ് 30 വർഷത്തിനു ശേഷമാണ് നവീകരണ കലശത്തിന് ഒരുങ്ങുന്നത്. ബ്രഹ്മശ്രീ അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് 3 പതിറ്റാണ്ടിന് ശേഷം ക്ഷേത്രത്തിൽ നവീകരണ കലശം നടക്കുക. ഫെബ്രുവരി 23-ന് രാവിലെ അഡ്വക്കേറ്റ് ശങ്കൂട്ടി ദാസിന്റെ ഭക്തിപ്രഭാഷണമുണ്ടാകും. തുടർന്ന് വൈകുന്നേരം സാംസ്കാരിക സദസ്സ് നടക്കും. പാലക്കാട് ശിവാനന്ദാശ്രമത്തിലെ സ്വാമി സ്വരൂപാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്യും.
24-ന് രാവിലെ 10 മണിക്ക് ഭക്തി പ്രഭാഷണം, 25-ന് ചാക്യാർകൂത്ത്, 27-ന് ഓട്ടൻതുള്ളൽ, 28-ന് ഭക്തി പ്രഭാഷണം എന്നിവ നടക്കും. എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ഫെബ്രുവരി 28-ന് രാവിലെ 9 മണിക്ക് തെക്കേമഠം മൂപ്പിൽ സ്വാമിയാർക്ക് സ്വീകരണം നൽകും. എല്ലാ ദിവസവും പ്രസാദഊട്ടുണ്ടാകുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. മാർച്ച് 2-ന് രാവിലെ ബ്രഹ്മകലശാഭിഷേകത്തോടെ നവീകരണ കലശം പൂർത്തിയാകുമെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് വി രവീന്ദ്രനാഥൻ, സെക്രട്ടറി രമേഷ് ബാബു, ദേവസ്വം സെക്രട്ടറി പി ഗോപാലകൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി NK പീതാംബരൻ, നവീകരണ കലശ കമ്മിറ്റി പ്രസിഡന്റ് UP രഞ്ജിത് കുമാർ, സെക്രട്ടറി E കൃഷ്ണകുമാർ, മുരളി പെരുമുടിയൂർ എന്നിവർ അറിയിച്ചു. നവീകരണ കലശം ഈ വരുന്ന 23-ാം തീയതി ആരംഭിച്ച് മാർച്ച് 2 വരെ, മാർച്ച് 2ഓട് കൂടിയിട്ട് അത് പരിസമാക്കി. ഇപ്പോൾ 994-ലാണ് ചേർക്കാവിലെ ഒരു കലശം ഇതിന് മുമ്പ് നടന്നത്. 30 വർഷത്തിന് ശേഷം നടക്കുന്ന ഈ നവീകരണ കലശത്തിന് അതിവിപുലമായ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് സംരക്ഷണ സമിതിയും അതുപോലെ നവീകരണ കലശ കമ്മിറ്റിയും കൂടിയിട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. 23-ാം തീയതി വൈകുന്നേരം മഹാസുദർശന ഹോമത്തോടു കൂടി ആരംഭിച്ച് അന്ന് തന്നെ സാംസ്കാരിക സദസ്സ് ഉണ്ടായിരിക്കുന്നതാണ്. പാലക്കാട് ശിവാനന്ദാശ്രമത്തിലെ സ്വരൂപാനന്ദ സരസ്വതി സ്വാമികൾ ഭദ്രദീപം കൊളുത്തിക്കൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. ലേഖന വിവാദത്തിൽ MP ശശി തരൂരിനെ പിന്തുണച്ച് മന്ത്രി മുഹമ്മദ് റിയാസ്. കോൺഗ്രസ് തരൂരിനെ വിമർശിക്കുന്നത് കേരള വിരുദ്ധ കോൺഗ്രസായി മാറിയതുകൊണ്ട്. കേരളത്തെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ മലയാളികൾക്കെല്ലാം അഭിമാനം. പത്തനംതിട്ട ജിതിൻ കൊലപാതകത്തിൽ RSSനെതിരെ മന്ത്രി. കേരളത്തിൽ RSSന്റെ ആക്രമണം എപ്പോഴും CPM-നു നേരെ. പാതിവില തട്ടിപ്പിൽ സ്വന്തം ഓഫീസിന്റെ പങ്ക് വ്യക്തമായ സാഹചര്യത്തിൽ മന്ത്രി K കൃഷ്ണൻകുട്ടി രാജിവെക്കണമെന്ന് BJP. ചിറ്റൂരിലെ മന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. പ്രതികളെ സംരക്ഷിക്കാനാണ് മന്ത്രിയും പോലീസും ശ്രമിക്കുന്നതെന്ന് BJP നേതാക്കൾ. കുന്നംകുളം പെരുമ്പിലാവിലെ ബാറിൽ സംഘർഷം. സെക്യൂരിറ്റി ജീവനക്കാരൻ യുവാവിന്റെ തലയൊട്ടി അടിച്ചു തകർത്തു. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. തൃശൂർ നഗരത്തിലെ ഇലക്ട്രിക്കൽസ് ഷോപ്പിൽ വൻ തീപിടുത്തം. പാലക്കാട് നഗരത്തിലെ ആംബുലൻസ് സ്റ്റാൻഡ് മാറ്റാനുള്ള നീക്കത്തിനെതിരെ CITU. നഗരസഭാ ഓഫീസിന് മുന്നിൽ ആംബുലൻസ് ഡ്രൈവേഴ്സ് യൂണിയൻ CITU ധർണ. ആംബുലൻസ് സ്റ്റാൻഡ് മാറ്റാനുള്ള നീക്കം മനുഷ്യത്വരഹിതമെന്ന് CITU സംസ്ഥാന കമ്മിറ്റി അംഗം TK അച്യുതൻ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.